ഈ വീഡിയോയിൽ നമ്മൾ എഐയെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് പുറകെ വരും, അപ്പോൾ മിസ് ചെയ്യരുത്. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ സെയിൽസ്. അപ്പോൾ ഈ ഒരു ഓഫർ പീരീഡിൽ നിങ്ങൾക്ക് ഒരുപാട് സ്മാർട്ട് ഫോൺസ് നല്ല ഡീലിൽ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല കാറ്റഗറിയിലായിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ബെസ്റ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമും നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് ഏതൊക്കെ പ്രോഡക്ട്സിനാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പ്രീമിയം കാറ്റഗറിയിൽ തുടങ്ങി ഏറ്റവും ബഡ്ജറ്റ് ഓപ്ഷൻസിലേക്ക് ചെല്ലുന്ന വരെയുള്ള ലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രൈസിങ് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRPയും ഏറ്റവും ലീസ്റ്റ് ഓഫറിൽ കിട്ടുന്ന പ്രൈസിങ്ങും എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും MRP വെട്ടിയിട്ട് ഡീൽ പ്രൈസ് കാണിക്കുന്നത്. പക്ഷെ നോർമലി ഈ MRP പ്രൈസിനായിരിക്കില്ല സെയിൽ നടക്കുന്നത്, അതിലും കുറച്ചുകൂടെയും താന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു റേറ്റ് ഡിഫറൻസ് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതുകൂടാതെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ബാങ്ക് ഓഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. കാര്യം നിങ്ങളിൽ പലരും പല കാർഡുകളും ബാങ്ക് അക്കൗണ്ട്സും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറി ഉദ്ദേശം ലോസ്റ്റ് പ്രൈസ് ചെയ്ത പ്ലാറ്റ്ഫോമിൽ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അതിനുശേഷം നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രീമിയം കാറ്റഗറിയിൽ നിന്ന് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് iPhone 13 ആണ്. iPhone 13 നോർമൽ പ്രൈസ് വന്നിരുന്നത് 49,900 രൂപയാണ്. ഇപ്പോൾ ഡീൽ പ്രൈസിങ് നോക്കിക്കഴിയുമ്പോൾ 37,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഐഫോൺ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ജനറേഷൻ പഴയതാണ്, എന്നാൽ പോലും ഇപ്പോഴും ഐഫോൺ സ്വന്തമാക്കുന്നത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് കാറ്റഗറിയിൽ നല്ല ഒരു പ്രീമിയം ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല മികച്ച ക്യാമറ, ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും എല്ലാം ഐഫോണുകളിൽ ലഭ്യമാണ്. അതുപോലെ iOS ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറകിലാണ്. കാര്യം ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ എപ്പോഴും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ പോലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60 ഹെർട്സ് ഡിസ്പ്ലേ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഐഫോണിന് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷനും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിച്ചു നിർത്തി ഒരു ഐഫോൺ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീല് തന്നെയാണ്. ഇനി പ്രീമിയം കാറ്റഗറിയിലെ ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ OnePlus 12R ഒരു നല്ല റെക്കമെൻഡേഷനാണ്. 49,999 രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ യൂഷ്വൽ പ്രൈസിങ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 34,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അതുപോലെ തന്നെ Snapdragon 8 Gen 2ൻ്റെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ 5500 mAh ബാറ്ററിയും ഉണ്ട്. OnePlus ഫോൺസിലെ ഏറ്റവും കപ്പാസിറ്റി കൂടിയ ബാറ്ററിയാണ്. ഇനി അടുത്ത ഡീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി S23 Ultra ആണ്. 1,23,900 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 79,999 രൂപ എന്ന ലോവസ്റ്റ് പ്രൈസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു അത്യാവശ്യം മികച്ച ഡിസൈനൊക്കെ ഉള്ള S Pen ഒക്കെ ഉള്ള നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. പിന്നെ 5000 mAh ബാറ്ററിയും ഗാലക്സി AI ഒക്കെ ഉണ്ട്. ഗാലക്സി AI ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു AIയുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് ഈ വേൾഡ് ടേക്ക് ഓവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾ? നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനിയിപ്പോൾ ഭാവി എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ വേണം. നിലവിലത്തെ AI ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റോടൊപ്പം തന്നെ നമ്മളും അത് ടൂളുകൾ പഠിച്ച് എങ്ങനെ നമ്മുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ സ്പോൺസറിനെ പറ്റി ആദ്യം പറയാം. പഠിക്കാനും ഒപ്പം വളരാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നെക്സ്റ്റ് വേവ്. നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായാലും, ഇനി അതല്ല നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കായി സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന 2 കോഴ്സുകൾ റെക്കമെൻഡ് ചെയ്യാം. ആദ്യത്തേത് CCBP 4.0 അക്കാഡമിക് കോഴ്സ്. +2 കഴിഞ്ഞ സ്റ്റുഡൻസിനായി ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. കോളേജ് പഠനത്തോടൊപ്പം കോഡിംഗ് സ്കിൽസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 വർഷമാണ് കോഴ്സ് പീരീഡ്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻസ് മുൻനിർത്തിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 6 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. കോഴ്സ് അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ജോബ് നേടാനുള്ള സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. രണ്ടാമത്തേത് ഇൻറ്റൻസീവ് കോഴ്സാണ്. കോളേജ് പഠനം കഴിഞ്ഞ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലൈവ് സെഷൻസ്, കോഴ്സ് മെൻറ്റേഴ്സ്, പ്ലേസ്മെൻറ്റ് സക്സസ് കോഴ്സ്, പിന്നെ മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് എന്നിവയൊക്കെ ഉൾക്കൊള്ളിച്ച 5 to 8 month കോഴ്സാണിത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ നിലവിലുള്ള സ്കിൽസിനെ ടോപ്പ് ചെയ്യാനും ഹൈ പേയിങ് ജോബ്സ് നേടിയെടുക്കാനും കഴിയും. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി നെക്സ്റ്റ് വേവ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. സ്കിൽ അപ്പ് 4.0 ഇനിഷ്യേറ്റീവ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. രാജ്യത്തുടനീളം 30 ലക്ഷത്തോളം സ്റ്റുഡൻസിന്റെ ജീവിതം മാറ്റിമറിക്കുക എന്നതാണ് ഇവരുടെ എയിം. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതോടെ AI കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ശരിയായ അറിവിനും പഠനത്തിനുമായി നെക്സ്റ്റ് വേവ് ചൂസ് ചെയ്യുക. വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് ഡീൽസിലേക്ക് തന്നെ പോവാം.
ഇനി അടുത്തതായി നമുക്ക് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 25,000 എന്നുള്ള കാറ്റഗറിയിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റിയൽമി നാർസോ 70 ടർബോ എന്ന് പറയുന്ന ഫോണാണ്. 19,999 രൂപയാണ് യൂഷ്വൽ MRP വരുന്നത്. എന്നാൽ നമുക്ക് ഡീൽ പ്രൈസിൽ ലഭിക്കുന്നത് 16,999 രൂപയാണ്. ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഫോൺ എന്നുള്ള രീതിയിൽ ഇത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡിവൈസ് ആണ്. MediaTek Dimensity 7050 ആണ് പ്രോസസ്സർ വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ 5000 mAh ഒരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പവർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഡിവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CMFന്റെ ഫോൺ 1 ആണ്. 21,999 രൂപയാണ് യൂഷ്വലി സെല് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 16,999 രൂപയ്ക്ക് നിങ്ങൾക്ക് CMF ഫോൺ 1 സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് CMF ഫോൺ 1. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ചാർജർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം പ്രൈസിങ് കാറ്റഗറിയിൽ വരുന്ന മറ്റ് ഫോണുകളിലൊക്കെ ചില സാംസങ് ഫോണുകളിൽ ഒഴിച്ച് ബാക്കി ഫോണുകളിലൊക്കെ ചാർജർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായുള്ളത് iQOO Z9s ആണ്. 19,999 രൂപയാണ് നോർമൽ പ്രൈസിങ്. എന്നാൽ ഇപ്പോൾ 17,499 രൂപയാണ്. 5,500 mAh ഉള്ള ഒരു തിന്നസ്റ്റ് ഫോണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പിന്നെ മീഡിയാടെക്കിൻ്റെ നല്ല ഉഗ്രൻ Dimensity 7200 പ്രോസസ്സറും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പവർ പാക്ഡ് ആണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും ലഭിക്കുന്ന ഒരു ഫോണാണ്. ഇനി അടുത്തത് ലിസ്റ്റിലുള്ളത് OnePlus Nord CE 4 ആണ്. 24,999 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഫോൺ ഇപ്പോൾ 21,999 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. OnePlusലെ OS നല്ല സൂപ്പറാണ്, നല്ല സ്മൂത്ത് ആണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഡേ ലൈറ്റിൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന ക്യാമറയൊക്കെയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. Snapdragon 7 Gen 3 ആണ് ഈ ഒരു ഫോണിനെ പവർ ചെയ്യുന്നത്. 5,500 mAh ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിലും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് 15,000 രൂപയിൽ താഴെയുള്ള കാറ്റഗറിയിലേക്ക് കടക്കാം. അതായത് റിയൽമി നാർസോ 70Xൽ നിന്ന് തുടങ്ങാം. അത് 17,999 രൂപ MRP ഉണ്ടായിരുന്ന ഒരു ഫോണാണ്. പക്ഷേ നിലവിലത്തെ ഡീൽ പ്രൈസിങ്ങിൽ 11,999 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ ഇതിൽ നല്ല ഡിസ്പ്ലേ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ റെസ്പെക്റ്റബിൾ പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീസൻറ്റ് ബാറ്ററി ലൈഫിൽ ലഭിക്കും. പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ളത് മോട്ടോ G64 ആണ്. അതിൻ്റെ 12GB RAM 256GB വേരിയൻ്റ് ഉണ്ട്. 19,999 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഫോൺ ഇപ്പോൾ 13,999 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇതിലെ മേജർ ഹൈലൈറ്റ് എന്ന് പറയാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റാമും സ്റ്റോറേജും ഒക്കെ ഇത്രയും പ്രൈസിൽ ഇത്രയും ഹൈ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് മോട്ടോറോളയുടെ സോഫ്റ്റ്വെയർ പെർഫോമൻസിനെ പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. MediaTek Dimensity 7025 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ വളരെ ക്ലീൻ ആണ്. അതുകൂടാതെ 6,000 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാവുന്നതിന് വെച്ച് ഏറ്റവും മികച്ച ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എന്ന് നമുക്ക് പറയാം. ഇനി ലിസ്റ്റിലുള്ളത് റിയൽമി P1 എന്ന സ്മാർട്ട് ഫോണാണ്. 15,999 രൂപയ്ക്ക് വിറ്റുന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ നേരെ 13,999 രൂപ വന്നിട്ടുണ്ട്. MediaTek Dimensity 7050 ആണ് ഇതിലും പവർ ചെയ്യുന്നത്. എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ ഡേ ലൈറ്റ് ക്യാമറ പെർഫോമൻസും വളരെ ഇംപ്രസീവാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയും വളരെ വൈബ്രൻ്റ് ആണ്. പിന്നെ 5000 mAh ഒരു കിടിലൻ ബാറ്ററി ലൈഫ് ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കാറ്റഗറിയിലേക്ക് വരാം. അതായത് 10,000 താഴെയുള്ള സ്മാർട്ട് ഫോൺ. Redmi 13C ആണ് നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് ഉള്ളത്. 13,999 രൂപ MRP ഉള്ള ഫോൺ നിലവിൽ 8,999 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. 5000 mAh ബാറ്ററി ഉണ്ട്. അതുകൂടാതെ ബഡ്ജറ്റിൽ 5G ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്മാർട്ട് ഫോണാണ് ഇത്. പിന്നെയുള്ളത് iQOO Z9 Lite ആണ്. 14,999 രൂപയ്ക്ക് സെല് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ ഇപ്പോൾ 10,499 രൂപയാണ്. അണ്ടർ 10,000 അല്ല, ഒരു 500 രൂപ കൂടുതലുണ്ട്. എന്നാലും സാരമില്ല. ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നൽകുന്നൊരു ഫോണാണ്. നല്ല പെർഫോമൻസ് ഉണ്ട് റെഗുലർ യൂസേജിന്. പിന്നെ ഒരു 5000 mAh ഇംപ്രസീവ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ്. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് മോട്ടോ G45 എന്ന് പറയുന്ന ഫോണാണ്. 14,999 രൂപയ്ക്ക് സെല് ചെയ്തിരുന്ന ഫോൺ ഇപ്പോൾ 10,999 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. നോർമലി നമ്മൾ മോട്ടോറോളയുടെ സോഫ്റ്റ്വെയറിനെ ബൂസ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് റിവ്യൂവിൽ അറിയാൻ സാധിച്ചത്. എന്നാൽ പോലും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫോൺ തന്നെയാണ്. 5000 mAh റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫും ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ സ്മാർട്ട് ഫോൺ ഡീലുകളായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ധാരാളം ഡീലുകൾ വീണ്ടും വരുന്നുണ്ട്. ചിലതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഓഫറിൽ സ്മാർട്ട് ഫോൺ വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറിയിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.